പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. നമുക്ക് 12 സന്താനങ്ങൾ ഉണ്ടാകുമെന്നുകൂടി വനദേവതകൾ പ്രവചിച്ചു. ആ പ്രവചനമെങ്കിലും ഫലിക്കാതിരിക്കണം. ബ്രാഹ്മണന് നിന്നിൽ സന്താനങ്ങളൊന്നും ഉണ്ടാകരുത്. വരരുചിയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു. അയ്യോ, നമുക്ക് സഹോദരീ സഹോദരന്മാരെ പോലെ കഴിയാം. തന്റെ തീരുമാനം പ്രഖ്യാപിക്കും മട്ടിൽ വരരുചി പറഞ്ഞു. പിന്നെ എന്തിനാണ് എന്റെ കഴുത്തിൽ മിന്നുകെട്ടിയത്? അമ്മയാകുന്നതിൽ നിന്ന് അങ്ങയ്ക്കെന്നെ തടയാനാവില്ല. എനിക്ക് പ്രസവിക്കണം. അങ്ങയുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം. ഞാൻ നിരപരാധിയാണെന്ന് സ്വന്തം നാവുകൊണ്ട് അങ്ങ് പറഞ്ഞില്ലേ? വരരുചിയുടെ വാക്കുകൾക്ക് വിലയില്ലേ? എന്നെ ഉപേക്ഷിച്ചോളൂ, അതാണ് നല്ലത്. പഞ്ചമിയുടെ കടഞ്ഞെടുത്ത സൗന്ദര്യം വരരുചിയെ ഉന്മത്തനാക്കി. അവളുടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ 2 പനിനീർ പുഷ്പങ്ങളായി മാറുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. പഞ്ചമിയെ ഉപേക്ഷിക്കാനോ? പെട്ടെന്ന് അദ്ദേഹം പഞ്ചമിയുടെ നെറ്റിയിൽ ഉമ്മ വച്ചു. നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നീ എൻ്റെ ഭാര്യയാണ്. പഞ്ചമി, വരരുചി ഇതാ വരരുചിയല്ലാതായി തീർന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ പിൻവലിക്കുന്നു. ഇപ്പോഴാണ് വരരുചിയായത്. മഹാത്മൻ, ഞാൻ പ്രസവിക്കും. അങ്ങയുടെ 12 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കും. ശരി, വരരുചി പറഞ്ഞു. അദ്ദേഹം ഒന്നമർത്തി മൂളി. അതിന് പ്രത്യേക അർത്ഥം വല്ലതും ഉണ്ടായിരുന്നോ? അടുത്ത ദിവസം അതിരാവിലെ തന്നെ അവർ പുറപ്പെട്ടു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? പഞ്ചമി ചോദിച്ചു. നമുക്ക് പുതിയൊരു രാജ്യത്തേക്ക് പോകാം. അവിടെ നമ്മെ ആരും അറിയില്ല. ഇനിയുള്ള കാലം അവിടെ കഴിച്ചുകൂട്ടാം, വരരുചി പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു പേടിക്കണം? പഞ്ചമിക്ക് ചോദിക്കാൻ തോന്നി. ചോദിച്ചില്ല. ഭർത്താവിൻ്റെ മുഖഭാവം ഗൗരവം നിറഞ്ഞതായിരുന്നു. പഞ്ചമി, നമ്മൾക്ക് കേരളത്തിലേക്ക് പോകാം. മനോഹരമായ കേരളം നമ്മെ സ്വാഗതം ചെയ്യും. കേരളം ഒട്ടുക്ക് കാൽനടയായി നമുക്ക് സഞ്ചരിക്കാം. നിരവധി മുഖങ്ങൾ കാണാം. പ്രകൃതി ഭംഗി ആസ്വദിക്കാം, വരരുചി പറഞ്ഞു. എല്ലാം അങ്ങയുടെ ഇഷ്ടം. വരരുചിയുടെ മനസ്സിൽ കടുത്ത ഒരു സംഘട്ടനം നടക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് വിക്രമാദിത്യ ചക്രവർത്തിയും സദസ്സും. സമാദരണീയനായ താൻ പ്രശോഭിക്കുന്നു. എല്ലാവരും തന്നെ പാടി പുകഴ്ത്തുന്നു. വിക്രമാദിത്യ മന്നന്റെ കണ്ണിലുണ്ണിയാണ് വരരുചി. പ്രജകൾ ഒന്നടങ്കം വാഴ്ത്തുന്നു. മറുഭാഗത്ത് പഞ്ചമിയുടെ ഭർത്താവ്. ഛേ, വരരുചി ഒരു പറയിപ്പെണ്ണിനെ വേളി കഴിച്ചിരിക്കുന്നു. അവനെ സദസ്സിൽ നിന്ന് ആട്ടി പുറത്താക്കൂ. സദസ്സിൽ നിന്നും ഒരു കൂവൽ. ചക്രവർത്തിയുടെ മുഖം ചുവന്നു തുടുക്കുന്നു. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അതാ ചക്രവർത്തി ആജ്ഞാപിക്കുന്നു. വരരുചി, താങ്കളുടെ ബ്രാഹ്മണ്യം പൊയ്പോയിരിക്കുന്നു. ഇനി ഇവിടെ നിൽക്കണ്ട. വേഗം സ്ഥലം വിട്ടോളൂ. വരരുചി വിയർത്തു കുളിച്ചു. എന്തുപറ്റി? അങ്ങ് വല്ലാതെ പരവശനായിരിക്കുന്നുണ്ടല്ലോ. വിഷമിക്കണ്ട, നമുക്ക് കേരളത്തിലേക്ക് പോകാം. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം, പഞ്ചമി പറഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.